ഹായ് എവ്രിവൺ. ഞങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ എൻ്റെ ഹെയർ കളർ ചെയ്തതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആക്ച്വലി ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് ഞാൻ വീട്ടിൽ വെച്ച് തന്നെ ഹെയർ കളർ ചെയ്യുന്നത്. 2 പ്രാവശ്യവും ഞാൻ യൂസ് ചെയ്തത് സ്ട്രീക്സിന്റെ ഹെയർ കളറാണ്, ഷെയ്ഡ് മോക്ക ബ്രൗൺ. എല്ലാ ഹെയർ കളർ ഷെയ്ഡ്സും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ചില ഷെയ്ഡ്സിന് ഹെയർ ലൈറ്റനിങ് ചെയ്യേണ്ടി വരും ത്രൂ കെമിക്കൽ ബ്ലീച്ചിങ്. പക്ഷേ ഈ ബ്ലീച്ചിങ് ചെയ്യുന്നത് ഹെയറിനെ കൂടുതൽ ഡാമേജ് ആക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഈ ബ്ലീച്ചിങ് വേണ്ടാത്ത ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് ആണ് ചൂസ് ചെയ്യാറ്. മോക്ക ബ്രൗൺ, ക്യാപ്പച്ചിനോ ബ്രൗൺ, അങ്ങനത്തെ ബ്രൗണിന്റെ വേരിയൻസ് അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡ്സിന് ഈ സ്ട്രീക്സിന്റെ ഹെയർ കളേഴ്സിൽ ബ്ലീച്ചിങ് വേണ്ടി വരാറില്ല. ഞാൻ ലാസ്റ്റ് ടൈം ഹെയർ കളർ ചെയ്തത് 25 ജൂലൈയിലാണ്. അന്നും ഞാൻ യൂസ് ചെയ്തത് സ്ട്രീക്സിന്റെ ഹെയർ കളർ തന്നെയാണ്. ആൻഡ് ഈവൻ ആഫ്റ്റർ 1 ഇയർ ഈ കളറിന്റെ ടിൻറ്റ് എൻ്റെ ഹെയറിൽ കാണാൻ പറ്റും. ഇനി ഹെയർ കളറിനെ പറ്റിയും ആ കളറിംഗ് പ്രോസസ്സിനെ പറ്റിയൊക്കെ പറയുന്നതിന് മുൻപ് വീട്ടിൽ ഹെയർ കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഹെയർ കളർ കിറ്റിൽ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ടാവും, അത് പ്രോപ്പർ ആയിട്ട് വായിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് അലർജി ഉള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. ഫുൾ ആയിട്ട് ഹെയർ കളർ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഇനി ഹെയർ കളർ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്ലൗസ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. നെക്ക് ഏരിയയിൽ ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ഒരു ടവലോ യൂസ് ചെയ്തിട്ട് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ കളർ നമ്മുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് വരുന്നത് കുറയും. പിന്നെ കിറ്റിനുള്ളിൽ ഒരു ഇൻസ്ട്രക്ഷൻ ലീഫ്ലെറ്റ് ഉണ്ടാവും. അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പർ ആയിട്ട് വായിച്ചിട്ട് അത് തന്നെ ഫോളോ ചെയ്യുക. ബിക്കോസ് ഓരോ ഷെയ്ഡ്സിനും ഫോളോ ചെയ്യേണ്ട പ്രോസസ്സ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ ലീഫ്ലെറ്റിലെ പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്യുക. അത് പ്രോപ്പർ ആയിട്ട് വായിച്ചിട്ട് മാത്രം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ലാസ്റ്റ് വൺ, ഒരു പ്രൊഫഷണൽ സലൂണിൽ പോയിട്ട് ഹെയർ കളർ ചെയ്യുമ്പോൾ ആ എക്സാക്ട് റിസൾട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ബിക്കോസ് നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നത്, അപ്പോൾ എന്തായാലും വേരിയേഷൻസ് ഉണ്ടാവാം. ഇനി ഞാൻ കിറ്റിനെ പറ്റി പറയാം. സ്ട്രീക്സിന്റെ ഈ മോക്ക ബ്രൗൺ ഹെയർ കളർ കിറ്റിൽ കളറന്റ്, ഡെവലപ്പർ, ഗ്ലൗസ്, കണ്ടീഷണർ, ബ്രഷ്, അലൂമിനിയം ഫോയിൽ, ഇൻസ്ട്രക്ഷൻ ലീഫ്ലെറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇൻസ്ട്രക്ഷൻ ലീഫ്ലെറ്റ് പറയുന്ന പോലെ കളറന്റും ഡെവലപ്പറും ഒരു ഗ്ലാസ് ബൗളിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തിട്ട് ഡിലേ ചെയ്യാതെ ഉടനെ തന്നെ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാനുള്ള ബ്രഷ് കിറ്റിലുണ്ടാവും. ചെറിയ ചെറിയ ഹെയർ സെക്ഷൻസ് എടുത്ത് കളർ അപ്ലൈ ചെയ്തിട്ട് അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്ത് വെക്കണം. അലൂമിനിയം ഫോയിൽ ഈ കിറ്റ് തന്നെ ഉണ്ടാവും, പക്ഷെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോയിൽ തന്നെയാണ് യൂസ് ചെയ്തത്. കളർ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കാം. എനിക്ക് എൻ്റെ ഹസ്ബൻഡാണ് കളർ ഫുൾ അപ്ലൈ ചെയ്ത് തന്നത്. പേഷ്യൻസ് ഉള്ള, ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കാം. കളർ ആവശ്യമുള്ള അത്രയും ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഷാമ്പു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യണം. ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. 1-2 ദിവസം ഹെയറിൽ ഒരു അമോണിയ ലൈക്ക് സ്മെൽ ഉണ്ടാവും. 1-2 ദിവസം കൊണ്ട് തന്നെ അത് പോകും. സൺലൈറ്റിലാണ് ഈ ഷെയ്ഡ് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്നത്. എനിക്ക് ഈ ഷെയ്ഡ് പേഴ്സണലി ഇഷ്ടമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.